ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താ? ഓക്കെ, എല്ലാവർക്കും കുറെ ദിവസമായിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായി. നമ്മുടെ ലവ് മാരേജ് ആണോ? 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 വന്നിട്ടുണ്ട്, ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പേ, ഇപ്പോഴല്ല. നിങ്ങൾക്കറിയാം, ടിക്ടോക്ക് ഉണ്ടായ ഒരു ടൈമിൽ ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പെണ്ണ് കാണുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു വൈറൽ വീഡിയോ ആയിരുന്നു. വൈറൽ ആയിരുന്നു. അപ്പൊ അതിൽ വന്ന ഏകദേശം ചോദ്യമായിരുന്നു, ഇത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? അതിന്റെ റീസൺ എന്താ ഐശോ? അപ്പൊ ഐശുവിന് പ്രായം 18 ആയിരുന്നു. ചേട്ടൻ ഡിലീറ്റ് ആക്കിയല്ലേ അത്? ഡിലീറ്റ് ആക്കി, പിന്നെ ടിക്ടോക്ക് പോയി ഡിലീറ്റ് ആക്കി. അപ്പൊ അന്ന് വന്ന ചോദ്യമാണ്, നമ്മള് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അപ്പൊ അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തുടങ്ങാം. അവിടെ തുടങ്ങണ്ടേ? അവിടെ നിന്നാണല്ലോ തുടങ്ങിയതെല്ലാം. അപ്പൊ അവിടെ തുടങ്ങണ്ടേ. എന്റെ കുട്ടച്ഛൻ ചെറിയച്ഛൻ ഇവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ് ഐശുവിന്റെ. ഞങ്ങൾ സംഭവം എല്ലാം വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ ഉണ്ടായിരുന്നത് ബാംഗ്ലൂരില്, ഇവരുണ്ടായിരുന്നത് ഇവിടെ കൊടകില്, കുശാൽ നഗറില്. ഈ ബാംഗ്ലൂരിന് കുശാൽ നഗറിലേക്ക് എങ്ങനെ സിങ്കായി എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത്. അബിയേട്ടൻ പറഞ്ഞില്ല, അബിയേട്ടന്റെ കുട്ടിയച്ഛന് ആളുടെ വൈഫിന്റെ അനിയത്തിയുടെ വീട് ഞങ്ങളുടെ വീടിന്റെ മേലെയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ആയിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ സുബോങ്കിൾ, കുട്ടിയച്ഛന്റെ പേര് സുബോങ്കിൾ അങ്ങനെ വന്ന് കുറെ ഇയേഴ്സ് ആയിട്ട് സുബോങ്കിൾ വരുന്നുണ്ട്. ഞങ്ങളും രണ്ടുപേരും, രണ്ട് വീട്ടുകാരും നല്ല അടിപൊളി ഫാമിലി പോലെ തന്നെ. എന്റെ മമ്മി ആ ചേട്ടനും തമ്മിൽ ഒരു ചേച്ചി അനിയൻ ബന്ധം, അത്ര ഡീപ്പായിരുന്നു ഞങ്ങളുടെ റിലേഷൻ. അപ്പൊ അങ്ങനെ വന്നോണ്ടിരുന്ന സുബോങ്കിൾ ഞങ്ങളുടെ വീട്ടിൽ. അപ്പൊ ഏജ് എന്ന് പറയാം, ഐശ്വന്റെ ഏജ് അപ്പൊ ഒരു 18 ആവണേ ഉള്ളൂ. എനിക്ക് 23 ആ സമയം. അവിയേട്ടന്റെ പ്രപ്പോസൽ വന്ന സമയം എനിക്ക് 18. ഞാൻ ഡിഗ്രി BSc ലാബ് ടെക്നീഷ്യൻ പഠിക്കാൻ ഞാൻ പോയ ആ മാസം. ഞാൻ അപ്പൊ ജോലിക്ക് ചേർന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ സമയത്തായിരുന്നു. ഇങ്ങനെ പെണ്ണ് നോക്കണ്ടായില്ല. ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ കുട്ടച്ഛന് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അബി നിനക്കൊരു പെണ്ണ് നോക്കട്ടെ, ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, ബാംഗ്ലൂരിലാണ് താമസം. ഏകദേശം ഒബ്വിയസ്ലി നമുക്കുണ്ടായ ഒരു ഡൗട്ടാണ്, ബാംഗ്ലൂരിലത്തെ പെണ്ണ് കൊടകിൽ വന്ന് താമസിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ബാംഗ്ലൂർ ഈസ് എ മെട്രോ സിറ്റി. കൊടക് ഒരു കാട് പിടിച്ച ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു കൊടക് അങ്ങനെയാണെങ്കിലും കുശാൽ നഗർ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. കുശാൽ നഗർ അങ്ങനത്തെ അല്ല. ബട്ട് എല്ലാവരുടെ മൈൻഡിൽ അതൊരു ചിന്ത ഉണ്ടോ, കൊടക് പറയുമ്പോൾ കുറച്ച് ഫോറസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. ഞങ്ങൾക്കും അതൊരു ചിന്ത ഉണ്ടായിരുന്നു. ശരി, എനിക്ക് എന്തൊരു ക്യൂരിയോസിറ്റി, ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന്റെ പ്രപ്പോസൽ വരുന്നത്. അപ്പൊ അതൊന്നും നോക്കാന്ന് എന്റെ ഒരു ഇത്. ശരി, അപ്പൊ ഞാൻ നോക്കാം. എനിക്ക് അതിന്റെ ഇടയ്ക്ക് സെക്കൻഡ് പ്രപ്പോസൽ എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇങ്ങനെ പ്രപ്പോസൽ ആയിട്ടൊന്നുമില്ല. ഫസ്റ്റ് എനിക്കിങ്ങനെ എന്റെ ജാതകമൊക്കെ നോക്കിച്ചപ്പോ പറഞ്ഞത്ര 21 ഇയേഴ്സിനുള്ളിൽ എന്റെ കല്യാണം കഴിയണം, മൂലനക്ഷത്രം ആയതുകൊണ്ട് അങ്ങനെ കഴിയണം അങ്ങനൊക്കെ പറഞ്ഞു. അപ്പൊ മമ്മിക്ക് അച്ഛനും ടെൻഷനായി, ഇല്ലെങ്കിൽ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ടെൻഷനും കൊണ്ട് ഇവരിങ്ങനെ 18 വയസ്സായപ്പോഴേ പ്രപ്പോസൽസ് ഇങ്ങനെ നോക്കി തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് ഒരു ദുബായ്ക്കാരൻ വന്നൊന്നുമില്ല, ഇങ്ങനെ ഫോണിൽ കൂടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച്. അപ്പൊ എനിക്ക് ആ ചേട്ടനെ കാണുമ്പോ തന്നെ ചേട്ടാന്ന് വിളിക്കാൻ തോന്നുക. ആ ചേട്ടൻ അത്രയും മെച്ചൂരിറ്റി, ഒന്നുമില്ലെങ്കിൽ 26-27 ഇയേഴ്സ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ 18. എനിക്കാണെങ്കിൽ വേണ്ട. എന്റെ മമ്മി അച്ഛൻ ജസ്റ്റ് ഒന്ന് ചോദിച്ച്, ഇങ്ങനെ ഉണ്ട് ഒരു പ്രപ്പോസൽ വേണോ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ട പറഞ്ഞിട്ട് അപ്പൊ തന്നെ കട്ടാക്കി കളഞ്ഞു. ഞാനെന്ത് 18 ഇയേഴ്സ് എനിക്ക്, ഞാൻ BSc പഠിക്കാൻ പോയ ആ വർഷം എന്റെ മനസ്സിൽ എന്തുണ്ടാവും, ഇങ്ങനെ ചാടിത്തുള്ളി കളിച്ച് പോകണം, കുറച്ച് വർഷം കൂടി ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കണം, ജോബൊക്കെ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. പിന്നെ വിചാരിച്ചോ ഇതെല്ലാം കുറച്ച് വിശ്വസിക്കാം, കാരണം നമ്മുടെ ഫാമിലി ഓസ്ട്രോളജറാ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അയാൾ പറഞ്ഞപ്പോ ഒരു ചെറിയ വിശ്വാസം. അപ്പൊ അങ്ങനെ വിശ്വാസം വന്നത് കൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല എനിക്ക്, എന്നാലും എന്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് എന്നെ കെട്ടിച്ചാൽ മതി, ആ ഒരു ഒറ്റ ഇതേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കി വന്നു. ശരി, ഓക്കെ. എന്നിട്ട് ഞാൻ ഐശ്വനോട് ഒന്നും സംസാരിച്ചില്ല. അതേ ഐശ്വനെ മമ്മി വിളിച്ചു. വിളിക്കുന്നതിന് മുമ്പേ പറ അച്ഛൻ സുബോങ്കൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, സുബു നല്ലൊരു അലയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, മോക്ക് 18 വയസ്സ് ആവുന്നു, അപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സുബോങ്കളുടെ അടുത്ത്. അപ്പൊ അച്ഛൻ സുബോങ്കൾ ഓക്കെ സുനേട്ട എന്നൊക്കെ പറഞ്ഞ് റെഡിയായി നിന്നു. പിന്നെ അച്ഛൻ്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു സുബോങ്കള്. സുനേട്ട ഇങ്ങനെ ഉണ്ട് ഒരു ചെക്കൻ, സ്വന്തം ഏട്ടന്റെ മോനാന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ട് ഒരു പ്രപ്പോസൽ. ഒരു മിനിറ്റ്, സിക്ക് വന്നു, ഞങ്ങള് ഡോർ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മിണ്ടാതിരിക്കണം. ഞാൻ ഡോർ അടിക്കട്ടെ. കമ്മലോ
ഇത് കമ്മലല്ല, അത് മൈക്കാ. ശരി, ഇത് ഓക്കെ. കമ്മലല്ല. അപ്പൊ അച്ഛൻ ചോദിച്ച് ഇങ്ങനെ സുബു അങ്കിൾ ചോദിച്ചു, സുനിയേട്ടാ ഇങ്ങനെ ഒരു ചെക്കൻ ഉണ്ട് കൊടകില്, നല്ല ഫാമിലിയാ, നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ചെക്കന്, നല്ല സെറ്റിൽഡാ, കുഴപ്പമില്ല എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അച്ഛനത് ഫോട്ടോ അയച്ചിട്ട് തീരുമാനിക്കാം. പിന്നെ ഫോട്ടോ അയച്ച് അപ്പൊ കാണാൻ ആളൊരു ചുള്ളൻ ചെക്കൻ, ഒരു 22 വയസ്സുള്ള ചെക്കനല്ലേ, അപ്പൊ അടിപൊളി ഇരുന്നൊരു ബൈക്കിലിരുന്ന ഫോട്ടോ ഒക്കെ, ഒരു ബ്ലൂ ടീഷർട്ടിൽ ഇങ്ങനെ തിരിഞ്ഞൊരു ഫോട്ടോ അതയച്ചു. അപ്പൊ എനിക്കത് വരെയാണ് ഐശുവിന്റെ ഫോട്ടോ എനിക്ക് അയച്ചായിരുന്നു. അയച്ചത് പറഞ്ഞാൽ ചെറവറ പറഞ്ഞിട്ട് ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലായിരുന്നോ? കഴിഞ്ഞിട്ടല്ല, ഈ സമയത്ത് തന്നെ എനിക്ക് അച്ഛന്റെ നമ്പർ. അല്ല, അച്ഛൻ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണല്ലേ ആദ്യം. അച്ഛൻ ഇങ്ങനെ ഫോട്ടോ അയച്ചു എനിക്ക്, ഇങ്ങനെ ഐഷുമ്മ ഇഷ്ടപ്പെട്ടോ ചോദിച്ചിട്ട്. ഞാൻ എന്താ പറയാനപ്പൊ, എനിക്കാണെങ്കിൽ അച്ഛാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ശരി, അപ്പൊ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി എന്നൊക്കെ ഉള്ള രീതിയിൽ അച്ഛൻ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പ്രൊസീഡ് ചെയ്തു. മുമ്പോട്ട് പ്രൊസീഡ് ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞു കൊടകിലാണ് ചെക്കന്റെ ഫാമിലി, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞു വന്ന് ലാസ്റ്റ് ജാതകം നോക്കി എല്ലാം ഫിക്സ് ആയി, എല്ലാം ചേരും, നല്ല അടിപൊളി ചേർച്ചയൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ എന്തായിരുന്നു, ജാതകമൊക്കെ ചേരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതുവരെ കുട്ടച്ചൻ പറഞ്ഞില്ല. അതുവരെ സുബോങ്കിള് പറഞ്ഞില്ല. സുബോങ്കിള് സ്വന്തം ഏട്ടന്റെ മോനാ അതെന്ന് സുബോങ്കിള് ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാം ഫിക്സ് ആയി കഴിഞ്ഞിട്ട് മമ്മീനെ വിളിച്ചിട്ട് സുബോങ്കിള് പറഞ്ഞു, ചേച്ചി ഇതാരാ അറിയോ ചെക്കൻ എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, ആരാ, അവിടെ കൊടകിലുള്ള ഒരു ചെക്കനല്ലേ പറഞ്ഞപ്പോ, അല്ല ഇതെന്റെ സ്വന്തം ഏട്ടന്റെ മോനാന്ന് പറഞ്ഞിട്ട് ഫോണൊറ്റ കട്ടാക്കല്. എന്നിട്ട് മമ്മ പിന്നെ തിരിച്ചു വിളിച്ചു, ഇങ്ങനെ ഒന്ന് കൊത്താൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും കട്ടാക്കുമല്ലോ, ആ ഒരു അവസ്ഥ. അപ്പൊ മമ്മി പിന്നെ തിരിച്ചു വിളിച്ചപ്പോ ഇങ്ങനെ എന്താ സുബു പറഞ്ഞ, എന്റെ സ്വന്തമായിട്ട് സുബു അങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ക്ലോസ് ആളായിരുന്നു, അടിപൊളി ഒരു വൈബ് മാനാ, ഒരു വൈബ് തന്തയാ സുബു അങ്കിൾ. അപ്പൊ ആ വൈബ് തന്ത, അതുപോലത്തെ ഫാമിലി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. സുബു അങ്കിളുടെ ഫാമിലി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനും അതുവരെ ഞാൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ സുബു അങ്കിൾ ഫാമിലി എന്ന് പറഞ്ഞപ്പോ വേറൊരു ഓപ്ഷൻ എടുക്കാനില്ല ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലത്തെ അവതരണം കഴിഞ്ഞു. ഇനി ഏട്ടന്റെ അവിടെ. എന്നിട്ട് ഐശ്വര്യ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിച്ചു. കുട്ടിച്ചൻ കോൺകോളിട്ട് സംസാരിച്ചു. പെണ്ണ് കാണാൻ ചടങ്ങ് എങ്ങനെയായിരുന്നു? ആദ്യത്തെ വീഡിയോ കോളില് ആദ്യമായിട്ട് കണ്ടത് വീഡിയോ കോളിലാണ്. കൊറോണ ആയതുകൊണ്ടാ? കൊറോണ ഒന്നും ഇല്ല ആ ടൈമിൽ, കൊറോണ മുന്നേ. ഓക്കെ, ആദ്യം പിന്നെ ഐശ്വര്യ അമ്മനോട് സംസാരിച്ചു, അച്ഛനോട് സംസാരിച്ചു. എന്നിട്ട് അച്ഛന് ഞങ്ങള് ഒരു ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ. ഇത് സെപ്റ്റംബറിൽ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, പെണ്ണിന് താല്പര്യം ഉണ്ടോ നോക്കാം. 19 കൊറോണ. ഓക്കെ, 2018 സെപ്റ്റംബറിൽ. അപ്പൊ ഐശ്വര്യ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ പെണ്ണിനോട് ചോദിക്കും താല്പര്യമുണ്ടോ കല്യാണത്തിന് പ്രൊപ്പോസൽ, അങ്ങനെയാണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യുക, ഇല്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഐശ്വര്യ അച്ഛനെ തിരിച്ചൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഐശു റെക്കോർഡ് ചെയ്ത് അയച്ച ഒരു മെസ്സേജ്. ഞാൻ അച്ഛനല്ലേ കേൾക്കുന്നതെന്ന് വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ അയച്ചു. അച്ഛൻ പറഞ്ഞു, അല്ല അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, എന്താ ആവശ്യമാ നോക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, നോക്കിക്കോ, അങ്ങനെ എങ്ങനെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര കോൺഫിഡന്റ്. അച്ഛൻ അയക്കുന്ന വോയിസ് അല്ലേ, ഞാൻ വിചാരിച്ചില്ല അച്ഛൻ ഇത് എല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുന്നു. ഞാനപ്പോ അത് ഭയങ്കര ഫ്രീ ആയിട്ട് അയച്ചു, ഇങ്ങനെ വടപടാന്ന് സംസാരിച്ചിട്ട്. ആ വോയിസ് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരി, ഓക്കെ, വോയിസ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എനിക്ക് ഡെയിലി ഫോട്ടോസ് അയക്കായിരുന്നു. ഐശുവിന്റെ ചെറുതിലുള്ള സ്കൂൾ പഠിക്കുന്ന, പിന്നെ ഹൈസ്കൂൾ പഠിക്കുന്ന, അതിലൊക്കെ എന്താ പറയുക, അച്ഛൻ ചെയ്യേണ്ട ഒരു കാര്യം, വലിയ ഫോട്ടോയില് ക്രോപ്പ് ചെയ്ത് അയക്കും. ക്രോപ്പ് ചെയ്ത് അയക്കുമ്പോ ഒരു ഇങ്ങനെ തടി കൂടുതലായിട്ട് മത്തങ്ങ വരെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റിലാ വരുന്നത്. അപ്പൊ ഒരു ചിന്ത വന്നു, ഭയങ്കര തടിയല്ലേ. അപ്പൊ എന്നിട്ട് എന്റെ മൈൻഡിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, നേരിട്ട് കാണാം, ഈ ഫോട്ടോ വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു ഫോട്ടോ, ഒരു യെല്ലോ ഡ്രസ്സിൽ ഒരു ഫോട്ടോ അയച്ചു തന്നു, സിംഗിൾ ആയിട്ടുള്ള. ആ വർഷത്തെ ഓണത്തിനെടുത്ത ഫോട്ടോ, റീസെന്റ് ഫോട്ടോ. ഓക്കെ, അത് കണ്ടപ്പോഴാണ് ശരി ഇത് പ്രൊസീഡ് ഒന്ന് ചെയ്തു നോക്കാം. ഫോട്ടോ ഇവിടെ താഴെ കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോയും അഭിയേട്ടന് ഇഷ്ടപ്പെട്ട ഫോട്ടോയും നമ്മൾ താഴെ കൊടുക്കാവേ. അത് തീരുമാനിച്ച് ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. നവംബർ 23, നവംബർ 2019 നവംബറിൽ. 2019 അല്ല, അതെ, ഇല്ല, 2 മാസം കഴിഞ്ഞ് വന്ന് 18 നവംബർ 2018 സെപ്റ്റംബറിലായിരുന്നു ഇങ്ങനെ പ്രപ്പോസലൊക്കെ. പിന്നെ 2018 ഒക്ടോബർ 21 എന്റെ ബർത്ത്ഡേ ഫസ്റ്റ് വീഡിയോ കോള്. അന്നാണ് എനിക്ക് നമ്പർ കിട്ടുന്നത്, അന്നാണ് എന്റെ നമ്പർ കിട്ടുന്നത്. പിന്നെ വീഡിയോ കോള് സംസാരിച്ച് അന്ന് ആദ്യമായിട്ടാ വിഷ് ചെയ്യാനാ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ ഫുള്ള് പാനിക്കായിട്ട്. ആദ്യമായിട്ടല്ലേ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം, പെണ്ണ് കണ്ടിട്ടില്ല ഇതുവരെ, പെണ്ണ് കാണാൻ പോയിട്ടില്ല, കണ്ട് സംസാരിച്ചു. അന്ന് തുടങ്ങിയ ചാറ്റിംഗ് ആണ്
അപ്പൊ അത് ലവ് മാരേജ് പറയാൻ പറ്റോ? പെണ്ണ് കാണാൻ സ്റ്റാർട്ട് ആക്കിയോണ്ട് ഫാമിലി ആയിട്ട് അറേഞ്ച് ചെയ്തതല്ലേ, അപ്പൊ അത് അറേഞ്ച് അപ്പൊ അങ്ങനെ സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. ശരി, അപ്പൊ അങ്ങനെ പെണ്ണ് കാണുന്ന ചടങ്ങിലോട്ട് എത്തി. November 24th or 27th? 24th. Within these 2 days. നമ്മള് നവംബറിൽ, ഒക്ടോബറിൽ തന്നെ വീഡിയോ കോൾ കണ്ട് സംസാരിച്ചു. നവംബറിൽ പെണ്ണ് കണ്ടു. ഞങ്ങൾ എത്ര പേര് പെണ്ണ് കാണാൻ? 12 പേര് ടിറ്റിയിലാണ് പെണ്ണ് കാണാൻ. നമ്മളാണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിൽ പന്തലൊക്കെ ഇട്ട് ബിരിയാണി സെറ്റപ്പ് ആയിരുന്നു. ഭയങ്കര ഒരു എൻഗേജ്മെന്റ്. പെണ്ണ് കാണാൻ നിങ്ങൾ അതായിരിക്കും, പെണ്ണ് കാണാൻ പോകുന്ന ചടങ്ങാണ് ഇത്. ഒരു ടിറ്റിയിലായിരുന്നു ഇവിടുന്ന് വന്നത് എല്ലാരും. ഞാൻ നോക്കട്ടെ, വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം ആ പോയിന്റിൽ എവിടെ എങ്ങനെ ഉണ്ടായിരുന്നു പെണ്ണ് കാണുന്ന ചടങ്ങ്. എന്റെ വീട്ടിലാണെങ്കിൽ വീട് നിറച്ച ആള്, എന്റെ റിലേറ്റീവ്സ് ഒക്കെ. എന്റെ ചേച്ചിയൊക്കെ നാട്ടിൽ നിന്നൊക്കെ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഏട്ടന്റെ ഫാമിലി ആയിട്ടും ഏട്ടൻ എന്റെ ഫാമിലി ആയിട്ടും ക്ലോസ് ആയി. അപ്പൊ എന്റെ ചേച്ചിയൊക്കെ ഗുരുവായൂരുണ്ട്. അപ്പൊ ചേച്ചിയും ഫാമിലിയൊക്കെ പെണ്ണാണാനായിട്ട് ചേച്ചിയൊക്കെ വീട്ടിൽ വന്നു. എന്നിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു മെമ്മോറബിൾ ഡേ ആയിരുന്നു. അങ്ങനെ പെണ്ണ് കണ്ടുപോയി, ഇഷ്ടപ്പെട്ട്, എല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങള് 2019 മാർച്ച് 30th 2019. ഓക്കെ, 2019 മാർച്ച് 30th ആയിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഇതായിരുന്നത്. പക്ഷെ എന്താ പറയാ, അത് കഴിഞ്ഞ് ഫിക്സ് ആക്കിയത്. അന്ന് എന്ത് സംഭവിച്ചു നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതായിരിക്കും നല്ലത്. ആ മാർച്ച് 30th എന്ത് സംഭവിച്ചു, നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞോ ഇല്ലേ, അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ നിർത്തുന്നത് വേറെ പാർട്ടായിട്ടാണ്, അല്ലെ ഇത് ഭയങ്കര ലെങ്ത് ആയി പോകും. ഞങ്ങളുടെ ഫുൾ സ്റ്റോറി പറയണമെങ്കിൽ വീഡിയോ ഒരു 2 മണിക്കൂർ ഉണ്ടാവും. ഇതൊരു 2-3 കൊല്ലത്തെ സ്റ്റോറി ഉണ്ട്. 3 അല്ല, 18, 19, 20, 21, 22, 21 കല്യാണം കഴിഞ്ഞു. അപ്പൊ 4 years സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ചിക്കു ആയ 2 years വരെയുള്ള നമ്മള് സ്റ്റോറി പറയാനാണ് നമ്മുടെ വിചാരം. ഇതിപ്പോ പാർട്ട് 1. മാർച്ച് 30th ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നോ ഇല്ലേ എന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു like, share and subscribe. Bye.